Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഗ്രീൻ അക്കൗണ്ടിങ്, എന്താണ് ഗ്രീൻ അക്കൗണ്ടിങ്. അപ്പോൾ ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് ഗ്രീൻ അക്കൗണ്ടിങ്? അപ്പം നമുക്കറിയാം ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ, കമ്പ്യൂട്ടേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതുമായി ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പക്ഷേ എക്സ്ട്രാ കുറച്ച് എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സും കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതാണ് ഗ്രീൻ അക്കൗണ്ടിങ്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഓഫ് എ കൺട്രി ഓർ എ ഫേം, ഒരു ഫേമിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെയോ ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ തന്നെയാണ്. പക്ഷേ എന്തും കൂടെ കൺസിഡർ ചെയ്തിട്ട് എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്, അതായത് നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഡിപ്ലീഷൻ, അല്ലെങ്കിൽ ആ ഒരു ഫേമോ അല്ലെങ്കിൽ കൺട്രിയോ ഇൻകം ജനറേറ്റ് ചെയ്ത സമയത്ത് എന്തൊക്കെ ദോഷങ്ങൾ പ്രകൃതിക്ക് ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഇൻകം കമ്പ്യൂട്ടേഷനെയാണ് ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പോൾ കുറച്ച് നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഡിപ്ലീഷനോ അല്ലെങ്കിൽ എന്തൊക്കെ കോസ്റ്റ് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് നാച്ചുറൽ റിസോഴ്സസിന്, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഇൻകം കമ്പ്യൂട്ടേഷനെ അല്ലേ, കാൽക്കുലേഷനെ നമുക്ക് എന്തെന്ന് പറയാം? ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാണെങ്കിൽ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് മെഷറിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇങ്ങനെയും പറയാം നമുക്ക്. അതായത് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ എക്കണോമിക് ആക്ടിവിറ്റി പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ, കൺസംഷൻ, അതല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിന് കുറേ ഇമ്പാക്റ്റ് ഉണ്ടാവും അല്ലേ? ഇവിടെ എൻവയോൺമെൻറ്റിന് മേലെ കുറേ ഇമ്പാക്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. അപ്പം ഇതെല്ലാം മെഷർ ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പം എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് ചിലപ്പം പ്രകൃതിക്ക് എന്തെല്ലാം കാര്യങ്ങൾ, ചിലപ്പോൾ കോസ്റ്റ് ഉണ്ടാവാം, ചിലപ്പോൾ ബെനിഫിറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഗുണം ദോഷം, ഇതിൽ രണ്ടും ഉണ്ടാവാം അല്ലേ? അപ്പം അതിനെ മെഷർ ചെയ്യുക, ശരിക്കും അതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീൻ അക്കൗണ്ടിങ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രീൻ അക്കൗണ്ടിങ് ഈസ് എ മെത്തേഡ് ഓഫ് മെഷറിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ദാറ്റ് എയിംസ് ടു ക്വാണ്ടിഫൈ ആൻഡ് വാല്യൂ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എക്കോസിസ്റ്റം സർവീസസ് ഇൻ എക്കണോമിക് ടേംസ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് പറയാം, നാച്ചുറൽ റിസോഴ്സസും എക്കോസിസ്റ്റവും അങ്ങനെ അതിൻ്റെ എല്ലാം എന്താ പറയുക, വാല്യൂ ക്വാണ്ടിഫൈ ചെയ്യുക അല്ലെ, അതിൻ്റെ എല്ലാം വാല്യൂ ചെയ്യുക. അത് ഏത് ടേംസിൽ? എക്കണോമിക് ടേംസിൽ വാല്യൂ ചെയ്യുക, മനസ്സിലായില്ലേ? ഇൻ ടേംസ് ഓഫ് നമ്മൾ എന്താ പറയുക, സാമ്പത്തികപരമായ കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ക്വാണ്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ വാല്യൂ ചെയ്യുക നാച്ചുറൽ റിസോഴ്സസിനെ അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിനെ, അതും ഗ്രീൻ അക്കൗണ്ടിങ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ, ഒരു ബിസിനസ്സിൻ്റെ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു, എന്തും കൂടെ കൺസിഡർ ചെയ്തിട്ട് നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഡിപ്ലീഷനും നാച്ചുറൽ റിസോഴ്സസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റും ബെനിഫിറ്റും അതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയും. അതുപോലെ തന്നെ കുറച്ചും കൂടെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ദാറ്റ് എയിംസ് ടു, എന്താ എയിം ചെയ്യുന്നത്? ക്വാണ്ടിഫൈ ആൻഡ് വാല്യൂ നാച്ചുറൽ റിസോഴ്സസ് അല്ലേ, അതിൻ്റെ അളന്ന് അതിൻ്റെ വാല്യൂ തിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നു ഗ്രീൻ അക്കൗണ്ടിങ്. ഏതിൻ്റെ? നാച്ചുറൽ റിസോഴ്സസിൻ്റെയും എക്കോസിസ്റ്റത്തിൻ്റെയും. അത് ഏത് ടേംസിൽ? ഇക്കണോമിക് ടേംസിൽ. അതും എന്ത് തന്നെയാണ്? ഗ്രീൻ അക്കൗണ്ടിങ് തന്നെയാണ്. So it helps to capture the impact of economic activities on the environment and incorporates it into traditional accounting methods. അപ്പോൾ ട്രഡീഷണൽ അക്കൗണ്ടിങ് മെത്തേഡ്സിൽ നിന്നും സംതിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് എക്കോണമിയിൽ ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് കാരണം പ്രകൃതിക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ്, അത് നമ്മൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക, കോസ്റ്റും ബെനിഫിറ്റും എക്കണോമിക് ആക്ടിവിറ്റീസ് കാരണം പ്രകൃതിക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റും ബെനിഫിറ്റും അതിനെ ക്യാപ്ചർ ചെയ്യാൻ, അതിനെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നൗ ഡേയ്സ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ജസ്റ്റ് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്തു, എക്കണോമിക് ആക്ടിവിറ്റിയിൽ സക്സസ് ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒന്നും ആയില്ല. നമ്മുടെ പ്രകൃതിക്ക് എന്ത് സംഭവിച്ചു, എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും അതുമൂലം ഉണ്ടായി, എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള റെമഡീസ് നമ്മൾ കൊണ്ടുവരണം അല്ലേ? അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മോഡേൺ അല്ലെ, നമ്മുടെ ഈ ഒരു മോഡേൺ എറയിൽ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ടേം തന്നെയാണ്.
തന്നെയാണ്, ശരിയല്ലേ? ഓക്കെ, അപ്പം ഈ ഗ്രീൻ അക്കൗണ്ടിങ്ങിനെ തന്നെയാണ് നമ്മൾ എൻവിറോൺമെൻറ്റൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എൻവിറോൺമെൻറ്റൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നതും എന്തിനെ തന്നെയാണ്? ഗ്രീൻ അക്കൗണ്ടിങ്ങിനെ തന്നെയാണ്. പീറ്റർ വുഡ്സ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് 1980s ആദ്യമായിട്ട് ഈ ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തത് കേട്ടോ. പീറ്റർ വുഡ്സ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്. അപ്പോൾ അദ്ദേഹം 1980s 1980കളിലാണ് ഈ ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു ടേം കോയിൻ ചെയ്ത് കൊണ്ടുവന്നതും പിന്നെ അതിന് പ്രസക്തി വന്നത് അതിന് ശേഷമാണ്. പിന്നെ ഇന്ത്യയിൽ പക്ഷേ ഗ്രീൻ അക്കൗണ്ടിങ്ങിന് കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത് നമുക്ക് എൻവയോൺമെൻറ്റൽ മിനിസ്റ്റർ ഉണ്ടായിരുന്നു ജയറാം രമേശ്. അദ്ദേഹത്തിൻ്റെ ഒരു പീരീഡിലാണ് അദ്ദേഹം മിനിസ്റ്റർ ആയിരിക്കുന്ന എൻവയോൺമെൻറ്റൽ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ കൊടുത്തത്. എന്തിന്? ഈ ഗ്രീൻ അക്കൗണ്ടിങ്ങിന്. കാരണം അത് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകേണ്ടതാണെന്നും നമ്മളത് കൺസിഡർ ചെയ്യണമെന്നും ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ബെനിഫിറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കോസ്റ്റും ബെനിഫിറ്റും അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഡിപ്ലീഷനും കാര്യങ്ങളും ഒക്കെ കൺസിഡർ ചെയ്യണമെന്ന് ഇന്ത്യയിൽ എന്താ പറയുക തീരുമാനമുണ്ടായി വരികയും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തത് ജയറാം രമേശ്. ഇപ്പോഴല്ല, നേരത്തെ. അപ്പം ആ പീരീഡ് എനിക്ക് ജസ്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹം ആരായിരുന്നപ്പോൾ എൻവയോൺമെൻറ്റൽ മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് ഇതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് കുറച്ചും കൂടി ഇപ്പോൾ നൗഡേയ്സ് അതിന് കുറച്ചും കൂടെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോൺസെപ്റ്റാണെന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി അല്ലേ? കാരണം പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ എന്തൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്താലും എക്കണോമിക് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മാത്രം നേട്ടങ്ങളും ഇൻകം മാത്രം കമ്പ്യൂട്ട് ചെയ്യുന്നത് കൂടാതെ നമ്മുടെ പ്രകൃതിക്ക് എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളതും കൂടെ കമ്പ്യൂട്ട് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് റെമഡീസ് കൊണ്ടുവരണം അല്ലേ? അപ്പോൾ ഗ്രീൻ അക്കൗണ്ടിങ്ങിനെ തന്നെയാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുക, സസ്റ്റൈനബിൾ അക്കൗണ്ടിങ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ എക്കണോമിക്, എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ എക്കണോമിക്, ഓക്കെ, സാമ്പത്തികപരമായിട്ടുള്ള, എൻവയോൺമെൻറ്റൽ പ്രകൃതി, ഓക്കെ, സോഷ്യൽ കോസ്റ്റ്, ബെനിഫിറ്റ്സ്, ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എക്കണോമിക്, എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അക്കൗണ്ടിങ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? So it involves measuring and reporting the impacts of economic activities on natural resources and the environment in addition to traditional ഫൈനാൻഷ്യൽ മെഷേഴ്സ്. അതായത് നമുക്ക് ട്രഡീഷണൽ കുറേ ഫൈനാൻഷ്യൽ മെഷേഴ്സ് ഉണ്ട്. സാധാരണ നമ്മൾ ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഒരു കമ്പ്യൂട്ടേഷൻ മെത്തേഡൊക്കെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കാര്യങ്ങളും കൂടെ അതിൻ്റെ ഇമ്പാക്റ്റും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഗ്രീൻ അക്കൗണ്ടിങ് ആയി. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ഫൈനാൻഷ്യൽ മെഷേഴ്സ് ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ, സാധാരണ നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നില്ല. നാഷണൽ ഇൻകം ആയാലും GDP ആയാലും പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാറുണ്ടല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കാര്യങ്ങളും കൂടെ റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ, ആഡ് ചെയ്യുവാണെങ്കിൽ അതാണ് ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, so it is a type of accounting that attempts to include environmental costs in business results. ബിസിനസ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ആവാം, ഒരു ഫേമിൻ്റെ ആവാം, അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ തന്നെ എക്കണോമിക് നേട്ടം, സാമ്പത്തികപരമായ നേട്ടമാവാം, എന്തും ആവാം. അപ്പോൾ അതിനകത്ത് എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക, എൻവിറോൺമെൻറ്റൽ കോസ്റ്റ്, അതായത് പ്രകൃതിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണ് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായില്ലേ? സോ അത് പക്ഷേ ഒരുപാട് പേര് ഇത് ആർഗ്യൂ ചെയ്തിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റിനെതിരെ. പക്ഷേ എങ്കിൽ കൂടെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക എഗ്രി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന അല്ലെങ്കിൽ അത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് തന്നെയാണ് ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ? The main purpose of green accounting എന്ന് പറയുന്നത് that is to help companies understand and manage potential trade-offs between traditional economic and environmental goals. അപ്പോൾ അവർക്ക് ഒരു എക്കണോമിക് ഗോൾസ് ഉണ്ടാവും, അതിൻ്റെ കൂടെ എൻവിറോൺമെൻറ്റൽ ഗോൾസും കൂടെ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആ ഒരു ട്രേഡ് ഓഫ് അല്ലേ കൊണ്ടുപോകാൻ ബിസിനസ്സിനെയൊക്കെ സഹായിക്കുന്നു. കാരണം ജസ്റ്റ് അവരുടെ കമ്പനിയുടെ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ലാഭം മാത്രം നോക്കാതെ എൻവിറോൺമെൻറ്റൽ ഗോൾസ് ഉണ്ട്. നമ്മൾ ആ പ്രകൃതിയിലാണ് നിൽക്കുന്നത്, ശരിയല്ലേ? അപ്പം ആ ലക്ഷ്യങ്ങളും കൂടെ അതിനും കൂടെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് രണ്ടും തമ്മിലൊരു ട്രേഡ് ഓഫ് അങ്ങ് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ? നമുക്ക് സാമ്പത്തിക ലാഭം വേണം, ഒപ്പം നമ്മൾ നിൽക്കുന്ന ആ പ്രകൃതിക്ക് നമ്മൾ എന്തൊക്കെ ദോഷം വരുത്തി അതും കൂടെ നമ്മൾ മനസ്സിലാക്കി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഗ്രീൻ അക്കൗണ്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്?
ഇൻ്റഗ്രേറ്റ് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് അല്ലേ, കോസ്റ്റും ബെനിഫിറ്റും എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു കോംപ്രഹെൻസീവ് വ്യൂ ഓഫ് ട്രൂ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് അല്ലേ, ശരിക്കും എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയാണ് കോസ്റ്റ്, എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള ദോഷങ്ങൾ, എന്തൊക്കെയാണ് ലാഭങ്ങൾ അല്ലേ, അത് കറക്റ്റായിട്ടൊരു കോംപ്രഹെൻസീവ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമുക്ക് നല്ല കോംപ്രഹെൻസീവ് പറഞ്ഞതല്ല, വിശാലമായിട്ടുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് അതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും നമുക്ക്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, സുസ്ഥിര വികസനം, ഭാവി തലമുറയ്ക്ക് കൂടെ റിസോഴ്സസിനെ ബാക്കി വെച്ചുകൊണ്ടുള്ള വികസനമാണ്, റിസോഴ്സസിനെ നശിപ്പിക്കാത്ത രീതിയിലുള്ള വികസനമാണ് അല്ലേ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ ഗ്രീൻ അക്കൗണ്ടിങ്ങിലൂടെ കഴിയും. പിന്നെ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോ ബിസിനസ്സും എത്രയൊക്കെ യൂസ് ചെയ്യുന്നു അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും ഉറപ്പുവരുത്തുന്നു. ശരിയല്ലേ? ദാറ്റ് ഈസ് ടു എൻകറേജ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ദ മാനേജ്മെൻറ്റ് ഓഫ് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്ട്സ് അല്ലേ, നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നു, എത്രത്തോളം നമ്മളത് മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ. പിന്നെ സ്റ്റോക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ എൻവയോൺമെൻറ്റൽ ഡിസിഷൻ മേക്കിംഗ്. നോക്കൂ, നമ്മൾ ബിസിനസ്സുകാരുണ്ടല്ലോ, സ്റ്റോക്ക് ഹോൾഡേഴ്സും എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്തുക. ഏത് കാര്യത്തിൽ? എൻവയോൺമെൻറ്റൽ ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലേ, എൻവയോൺമെൻറ്റൽ ഡിസിഷൻ മേക്കിങ്ങിൽ അവരുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്തുക. അപ്പോൾ കാരണം അങ്ങനെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ കൊണ്ടായി നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പം ഇൻ്റഗ്രേറ്റ് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് പിന്നെ ഇൻറ്റു നാഷണൽ അക്കൗണ്ട്സിൽ നമ്മൾ എൻവയോൺമെൻറ്റൽ കോസ്റ്റും ബെനിഫിറ്റ്സും അതിനെയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഒരു കോംപ്രഹെൻസീവ് വ്യൂ നമുക്ക് തരുന്നു, വളരെ കോസ്റ്റും ബെനിഫിറ്റ്സും, ട്രൂ കോസ്റ്റ്, ശരിക്കും എന്തൊക്കെയാണ് പ്രകൃതിക്ക് ദോഷമായിട്ടുള്ളത്, എന്തൊക്കെയാണ് നല്ലത്, അത് കാര്യം മനസ്സിലാക്കാനും അതിനുള്ള ഒരു റെമഡി എടുക്കാനും നമ്മളെ സഹായിക്കുന്നു. പിന്നെന്താണ്? പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ശരിയല്ലേ? ഗ്രീൻ എക്കോണമി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. പിന്നെ സ്റ്റോക്ക് ഹോൾഡേഴ്സിനെയും കൂടെ എൻഗേജ് ചെയ്യാൻ, അതായത് ഈ അവരുടെയും കൂടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുകയാണ് അല്ലേ എൻവയോൺമെൻറ്റൽ ഡിസിഷൻ മേക്കിങ്ങിൽ. അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കൺക്ലൂഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ റീസെൻറ്റ് ഇയേഴ്സിൽ വളരെ പ്രാധാന്യം അർഹിച്ച് വരുന്നുണ്ട് ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരുപാട് എൻവയോൺമെൻറ്റൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. പൊല്യൂഷൻ, വാട്ടർ സ്കേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെയുള്ള ഒരുപാട് അല്ലേ, ഗ്ലോബൽ വാർമിംഗ്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ഗ്രീൻ അക്കൗണ്ടിങ്ങിന് ഇമ്പോർട്ടൻസ് ആണ്. ഈ ഓരോ ബിസിനസ് ഫേമും അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ സാമ്പത്തിക ലാഭങ്ങൾ കണക്ക് കൂട്ടുന്നതിൻ്റെ സമയത്ത് അതുമൂലം അവരുടെ ആ ഒരു സാമ്പത്തിക ലാഭം മൂലം പ്രകൃതിക്ക് എന്ത് ദോഷമുണ്ടായി എന്ന് മനസ്സിലാക്കുകയും അതിന് ഒരു എന്താ പറയുക, ഒരു റെമഡി കണ്ടെത്തുകയും ചെയ്യുക അല്ലേ എന്ന രീതിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ കൂടെ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ആസ്പെക്ട്സും കൂടെ, നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഡിപ്ലീഷൻ, യൂസേജ്, അങ്ങനെയുള്ള എന്തൊക്കെ ദോഷങ്ങൾ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതെന്താണ്? ഗ്രീൻ അക്കൗണ്ടിങ് ആണ്. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ കാണുകയും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുകയും ചെയ്യുക. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ മാക്സിമം നിങ്ങളുടെ യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. ഓക്കെ, ദെൻ വീണ്ടും ഇതേപോലെ വേറൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു, താങ്ക്സ് അ ലോട്ട്, ടേക്ക് കെയർ, ബൈ.